ഡെയിലി ബസ് മലയാളത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ആദില നൂറയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിരുന്നു. അതിൽ ബർത്ത്ഡേയുടെയും അതുപോലെ തന്നെ മീറ്റപ്പിനൊക്കെ കിട്ടിയ ഒരുപാട് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ഒരുപാട് നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് അവർക്ക് ഇത്രയും ഒരു ഭാഗ്യം കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ ഇത്രയ്ക്ക് ആൾക്കാരെ അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ തന്നെ അവർ ഇതിനു മുമ്പ് ഒരു വീഡിയോയിലോ മറ്റേ ഷോർട്സിലോ മറ്റോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവരുടെ ക്യാരക്ടറൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. ഇവരെ കണ്ടതിന് ശേഷമാണ് കൂടുതൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമാവാൻ തുടങ്ങി. കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒരു മിസ്സാവാൻ തുടങ്ങിയത്. അതുവരെ അത്ര തോന്നിയില്ല. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, മിസ്സിങ് തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് അവരുടെ വീഡിയോ എല്ലാം ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ഇടാറുമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാനൊക്കെ. ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ച് എനിക്ക് ആദിലയുടെ ഗെയിം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഭയങ്കര റൂഡായിട്ടുള്ള സംസാരം, അതൊക്കെ കണ്ടപ്പോൾ എന്താ ഈ കുട്ടി ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നൂറ പിന്നെ കുറച്ചൊക്കെ ഫിൽട്ടർ ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദില ശരിക്കും റിയലാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും അവരുടെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കാരണം അവരുടെ സത്യം പറഞ്ഞാൽ ഈ ആദിലയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാട്ടോ. ഒരുപാട് ഫണ്ണി എലിമെൻറ്റ്സ് ഉണ്ടാവും അവളുടെ സംസാരത്തിൽ. അതുപോലെ കോമഡി പറയും. നല്ലൊരു പ്രത്യേക ക്യാരക്ടറാട്ടോ. ഒരു രക്ഷയില്ല അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. നൂറ് പിന്നെ കുറച്ച് ക്യൂട്ട്നെസ് പോലെയാണ് അവൾ. എന്ത് പറഞ്ഞാലും അത് ക്യൂട്ടായിരിക്കും. എന്ത് കാണിച്ചാലും ക്യൂട്ടായിട്ട് തോന്നും നൂറ. ആദിലയാണെങ്കിൽ നൂറിനെ കളിയാക്കാൻ ഒരവസരം കിട്ടി അത് പാഴാക്കില്ല. അങ്ങനെ നല്ല രസം. ഇവരുടെ വീഡിയോ കണ്ടാൽ അയ്യോ കഴിഞ്ഞുവല്ലോ എന്ന് തോന്നും. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഇവരുടെ വീഡിയോ കാണാൻ. ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ പാവം ഇപ്പോൾ ഇവർക്ക് ഒരുപാട് എന്നെ പോലെ അതുപോലെ ഒരുപാട് ആരാധകരുണ്ട്, സ്നേഹിക്കണവരുണ്ട്. കാരണം സ്നേഹിക്കണവരുണ്ട് എന്നുള്ള തെളിവാണല്ലോ ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടിയിരിക്കുന്നത്. അതും നല്ല വില പിടിച്ചുള്ള നല്ല ഗിഫ്റ്റുകൾ. ലണ്ടനിൽ നിന്നും UK നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ അങ്ങനെ കുറേ ചോക്ലേറ്റ്സുകൾ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നുമല്ല ആലോചിക്കുന്നത്. ഇവർ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവരുടെ പാരൻസ് ആരെങ്കിലും ഇവരെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഇവരുടെ കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറയും നമ്മൾ എന്തൊക്കെയായാലും നമ്മുടെ അമ്മമാർ സ്നേഹിക്കണ പോലെയുള്ള ആ ഒരു സ്നേഹം വേറെ ആരുടേന്നും കിട്ടില്ലല്ലോ. ശരിയല്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം മക്കളോട് സ്നേഹിക്കണ പോലെ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമുണ്ടാവും, സ്നേഹം ഉണ്ടാവും, ആരാധന ഉണ്ടാവും. പക്ഷേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും അവർക്ക് അറിഞ്ഞ് അവരുടെ ഇഷ്ടം അറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവരുടെ പാരൻസ് തന്നെ വേണം അല്ലേ? അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഈ 2 കുട്ടികൾ പുറത്തെല്ലാം പോയി വരുന്ന സമയത്ത് പാരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അവർ ടേക്ക് കെയർ ചെയ്യാനും അതുപോലെ അവർ ലാളിക്കാനും വഴക്ക് പറയാനും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പാരൻസ് വേണമെന്ന്. കാരണം കുട്ടികളല്ലേ അവർ, അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ആ നൂറയൊക്കെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ കാണാതിരിക്കണമെന്ന് എനിക്ക് തോന്നും. കാരണം ഞാനും ഒരു അമ്മയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിയൊക്കെ കാണാതെ എങ്ങനെ അവർക്ക് ഇരിക്കാൻ പറ്റണമെന്ന് തോന്നിപ്പോട്ടോ. സത്യം ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്ത്, ശരി. പക്ഷെ അവരിപ്പോൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണ്ടല്ലോ. ഇനിയെങ്കിലും അവർക്ക് ഒന്ന് വന്നൂടെ ഇവരുടെ കൂടെ? എനിക്കത് തോന്നുകയാണ്. ഞാൻ ഈ വീഡിയോ അവരുടെ പാരൻസോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരാരെങ്കിലും കാണുകയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാണ്, അവർക്കൊന്ന് വന്ന് ഇവരുടെ കൂടെയൊക്കെ ഒന്ന് സംസാരിച്ച്, അതായത് ഇവരെ വേർപിരിക്കണ്ട. കാരണം ഇവരുടെ ആ സ്നേഹം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇവർ ഒരുമിച്ച് ജീവിക്കട്ടെ. പക്ഷേ ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും അവരുടെ കൂടപ്പിറപ്പുകളെങ്കിലും ഒന്ന് കാണാൻ വിട്ടിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോവാണ്. കാരണം അന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് ലക്ഷ്മി പറഞ്ഞു ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു, ആ സമയത്താണ് ഇവരുടെ പാരൻസ് ഇവർക്ക് കട്ട സപ്പോർട്ടായി നിൽക്കേണ്ടിയിരുന്നത്. കാരണം ആര് പറഞ്ഞു ഞങ്ങളുണ്ട് എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവരവിടെ മീഡിയയിൽ വന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് എന്തൊരു അഭിമാനമായിരിക്കുമായിരുന്നു. ഇത് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വീട്ടുകാരില്ല, കുടുംബക്കാരില്ല, ആരും ഇല്ലാത്ത കാരണമാണ് ആൾക്കാർക്ക് ഇങ്ങനെ എന്തും പറയാമെന്നൊരിത്. അപ്പോൾ അവർ കട്ട സപ്പോർട്ടായി കൂടെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു.
ഇത് ഇവരുടെ തെറ്റല്ലല്ലോ. ഇവരിപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത് അത് അവരുടെ ജന്മനാ കിട്ടുന്നതാണ്. അത് ഇനിയെങ്കിലും അവരുടെ പേരൻസ് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ഇവരുടെ കൂടെ കൂടണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം ഇനി ഇവരെ വേർപിരിക്കാൻ പറ്റില്ല. ഇവർ അത്രത്തോളം അടുത്ത് പോയി. പിന്നെ ഇവരെ വേർപിരിക്കണത് നമുക്കും സഹിക്കില്ല. കാരണം അത്രയും ഇവരുടെ പ്രണയം എന്ന് പറയുന്നത് അത്രയും ഒരു എന്താണ് റിയലാണത്. അതിലൊരു കളങ്കമില്ല. അതുപോലെ അതിലൊരു എന്താ പറയുക, ഒരു ഫേക്കല്ല. ഇവർ റിയലായിട്ട് സ്നേഹിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹത്തെ എന്തായാലും വേർപിരിക്കാൻ ആഗ്രഹിക്കണില്ല. പക്ഷെ പേരൻസ് ആരുടെയെങ്കിലും ആദിലയുടെയോ അല്ലെങ്കിൽ നൂറയുടെയോ, അല്ലെങ്കിൽ നൂറയ്ക്ക് കുറേ സഹോദരങ്ങളുണ്ട് പറഞ്ഞു, അവരെങ്കിലും ഇവരെ ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ മുൻകൈ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് വെറുതെ. കാരണം ഈ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് തോന്നും, കാരണം എനിക്ക് എൻ്റെ മക്കളെ പോലെ തോന്നും, എനിക്ക് ഇവരോട് സംസാരിക്കാനും പെരുമാറണം എന്നൊക്കെ അടുത്തിടപഴകണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പലർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാം. കാരണം ഈ കുട്ടികൾ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹത്തിനല്ല, ആഗ്രഹത്തോടെ അല്ലല്ലോ, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ശരി തന്നെയാണ്. 101% ഞാൻ അവരുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, പേരൻസിൻ്റെ ഒപ്പം. കാരണം അവർ പേരൻസിന് പല ആഗ്രഹങ്ങളായിരിക്കും മക്കളെക്കുറിച്ച്. അവരുടെ കല്യാണം, അവർക്കൊരു കുട്ടി, ഇതൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കാരണം അവർക്ക് അതൊന്നും നടക്കില്ല. അപ്പോൾ ആ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മക്കളാണ് അല്ലേ. നമുക്ക് നമ്മുടെ മക്കളെ വിട്ട് കളയാൻ പറ്റില്ല. കാരണം അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണമുണ്ട്, ആൾക്കാരെല്ലാം അവർ അറിയപ്പെടുന്നുണ്ട്, ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഈ കുട്ടികളെ നമുക്ക് വേർപിരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ മക്കളുണ്ടല്ലോ അവർക്ക്, ആ മക്കൾ അവരുടെ ആഗ്രഹം പോലെ ജീവിക്കട്ടെ. ഈ കുട്ടികളെ അങ്ങനെ വെറുതെ വിട്ട് കളയേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് കൂടെ വന്നു ഒരു എന്താ പറയുക, അവരെ ഒന്ന് തല ചായ്ക്കാനായിട്ട് ഒരിടം വേണം എന്നൊക്കെ തോന്നില്ലേ? അപ്പോൾ അവരുടെ സ്വന്തം അമ്മയൊക്കെ അടുത്തുണ്ടെങ്കിൽ എന്തൊക്കെയായാലും അതൊരു ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. കുട്ടികളാണ് അവരും, പുറത്ത് പറയണില്ലെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നടത്തി കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പറയും, പലരും വേണമെങ്കിൽ കമൻറ്റുകൾ ഇടാം, അപ്പോൾ നിനക്കാണെങ്കിൽ നിൻ്റെ മക്കളാണെങ്കിൽ നീ സഹിക്കുമോ എന്നൊക്കെ ചോദിക്കുകയായിരിക്കാം. പക്ഷെ അങ്ങനെ ആയിപ്പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മളുടെ ഇഷ്ടമല്ല, അതവർ ബൈ ബർത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അതെല്ലാം എന്താണ് ആ സമയത്ത് ആ ഒരു ടീനേജ് കഴിഞ്ഞ് അവർക്ക് തോന്നുന്ന ഫീലിങ്സാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ അംഗീകരിച്ചേ നിവൃത്തിയുള്ളൂ. കാരണം നമ്മൾ നൊന്ത് പ്രസവിച്ച മക്കളല്ലേ, അവരെ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. അവരങ്ങനെയാണെങ്കിൽ ഓക്കെ, അവരെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. ഇനി ഇപ്പോൾ അവരുടെ അമ്മയും അച്ഛനും ഒക്കെ ഇത് കേട്ട് ഒന്ന് സ്നേഹിക്കാനും ഒന്ന് ലാളിക്കാനൊക്കെ കൂടെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോവാണ്. കാരണം ഈ കുട്ടികളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും തോന്നും, ഭയങ്കര ഒരു രസമാണ്. ഒരു വായാടികളാണോ ചോദിച്ചാൽ വായാടികളാണ്. തമാശ ആദില ഭയങ്കര കോമഡി കേട്ടോ, എന്തിലും അവൾ ഓരോ കോമഡി കണ്ടുപിടിക്കും. അങ്ങനെ ഓരോന്ന് നൂറേനെ ഏത് സമയം ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കാറുണ്ട്. നൂറ് പിന്നെ അങ്ങനെ അത്രയ്ക്ക് വലിയ എന്താണ്, അവൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് ക്യൂട്ടായിട്ടേ തോന്നുള്ളൂ. ദേഷ്യപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിലും ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, എല്ലാറ്റിലും ക്യൂട്ട്നെസ് ഉണ്ട്. അതുകൊണ്ട് നൂറുടെ കാര്യം അങ്ങനെ, ആദിലങ്ങനെ. എന്തായാലും രണ്ടുപേരും നല്ല രസമാണ്. അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, എല്ലാ വീഡിയോയും ഞാൻ അവരുടെ കാണാറുണ്ട്, ഒരെണ്ണം പോലും ഞാൻ മിസ്സാക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കാണുക മാത്രമല്ല, അതിനെക്കുറിച്ച് വീഡിയോ ഇടാനും എനിക്ക് താല്പര്യമുണ്ട്. കാരണം അവരോട് സംസാരിക്കണം, അവരെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു വഴിയില്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നത്. ആ കുട്ടികൾ ഇത് വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വല്ല റിപ്ലൈ വല്ലതും അയക്കുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഷോർട്സ് ഇടാറുണ്ട്, കുറേ വീഡിയോസ് ഇടാറുണ്ട്. എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കണ്ണിൽ പെടുമായിരിക്കും. കാരണം നമ്മൾ ഇത്രയും സ്നേഹത്തോടെ ഇടുന്ന വീഡിയോ ഷോർട്സൊക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ കണ്ണിൽ പെടും. അവരുടെ ഒരു റിപ്ലൈ വരും തന്നെ ഞാൻ തീർച്ചയായും വിചാരിക്കണം. എൻ്റെ അനിയത്തി കുട്ടികളെ പോലെയാണ് അവർ. പിന്നെ വേറെ പറയാനുള്ളത്, ഇവർ ബിഗ് ബോസിൽ വിന്നറല്ല, എന്നിട്ട് പോലും വിന്നറായ അനുമോളെക്കാട്ടും കൂടുതൽ സപ്പോർട്ടാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ്സ് സ്നേഹം കൊണ്ടാണല്ലോ ഇത്രയും ഗിഫ്റ്റ് കൊടുത്തയക്കുന്നത്. അത് ആർക്കും കിട്ടാത്ത അത്രയും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ആ ഒരു എന്താ പറയുക, സത്യസന്ധതയും അതുപോലെ റിയൽ ലവ്, ഇതൊക്കെ തന്നെയാണ് അവരെ ഇത്രത്തോളം ഉയരത്തിൽ എത്തിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം
ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ, എന്താ ഇത് ഇങ്ങനെ ഒരു കപ്പിൾസ്, ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ പോരാടി ജയിച്ച് ബിഗ് ബോസിൽ വന്ന് അവർ 97 99 ദിവസം വരെ അവർ നിന്നു. അതവരുടെ ഒരു കഴിവ് തന്നെയാണ്. ആ സ്നേഹം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം അവരവിടെ ഫേക്കായിരുന്നില്ല, റിയലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയും ഹൈപ്പിലെത്താനും ഇത്ര ആൾക്കാർ സ്നേഹിക്കാനും തുടങ്ങിയത്. എന്തായാലും മക്കളെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. അതിനെല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ട് ഇടാറുമുണ്ട്. എന്തായാലും അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം ഒന്നിനൊന്നിന് മെച്ചാണ് ഓരോന്ന്. ഒരു ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം, അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഒരു എന്താണ് വിഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ ഒരു ഡയറി എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതടക്കം ഭഗവാന്റെ അനുഗ്രഹം അടക്കം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ച്, പിന്നെ കൂളിംഗ് ഗ്ലാസ്, പിന്നെ ഡ്രസ്സുകൾ, പിന്നെ ഡോളുകൾ. അയ്യോ, അവർക്കിപ്പോൾ ഡോൾ തന്നെയാണ്, അത് വെക്കാൻ ഒരു റൂം വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും ഡോൾസിന് കിട്ടിയിട്ടുണ്ട്. അതായത് വലിയ വലിയ ടെഡി ബെയർ കിട്ടിയിട്ടുണ്ട്, ചെറുത് കിട്ടിയിട്ടുണ്ട്, ക്യൂട്ടായിട്ടുള്ള 2 എന്താ പറയുക ഡോളുകളുണ്ട്. അങ്ങനെ പിന്നെ കുറേ ടീഷർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, വാച്ചൊക്കെ അടിപൊളി, റിസ്റ്റ് വാച്ചൊക്കെ അടിപൊളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ 2 പേരുടെയും കൂടിയുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ എന്താ പറയുക, ഒരു എന്താണ് ഗ്ലാസ്സിൽ ഇവർ 2 പേരും കൂടി നിൽക്കണ ഒരു ഫോട്ടോ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുകയാണത്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്കൊരു ചേച്ചി ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവരെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളൊരു എന്താണ് ഇതന്നെ ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളെല്ലാം ഭയങ്കര രസമുള്ള വാക്കുകൾ. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ തന്നെ ആ ചേച്ചി എഴുതിയിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പട്ട ഗേൾസ് പറഞ്ഞിട്ട് ഇവരുടെ 3 പേരുടെയും കൂടിയുള്ള ഫോട്ടോസൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അതിലേക്കൊക്കെ ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നണു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ലാസ്റ്റൊക്കെ അവർ നല്ല സ്നേഹത്തിലിരുന്ന് ലാസ്റ്റ് പിരിഞ്ഞുല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റുകളുടെ ഒരു കളിയാണ്. എത്രയാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. അത്രയും ചോക്ലേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അവരുടെ വീഡിയോയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അവർ വീഡിയോ ഇട്ടാൽ വീണ്ടും ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എപ്പോഴെങ്കിലും ആദിലക്കുട്ടി, നൂറക്കുട്ടി ഇത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, കമൻ്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഫുള്ളായി കാണാൻ നോക്കുക. അതുപോലെ ഷെയർ ചെയ്യാൻ നോക്കണം. ഇത് പുതിയതായിട്ട് ഇട്ട ഒരു ചാനലാണ്. ആകെ 3 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടെ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ഓക്കെ, താങ്ക് യു.